നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സ്ഥാനാർത്ഥിയായേക്കും. സാധാരണ ജനങ്ങൾ തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അൻവർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തീരുന്നതുവരെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ ചർച്ചയ്ക്കില്ലെന്നും PV അൻവർ വ്യക്തമാക്കി. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? ഇതിൻ്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പം ടാപ്പിൻ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അൻവറാക്ക 3 ബൂത്തിൻ്റെ കാര്യങ്ങളായിട്ട് നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും. ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവ് വഹിക്കാൻ ശേഷിയില്ലാത്തതിനാൽ താൻ മത്സരിക്കുന്നില്ലെന്നായിരുന്നു PV അൻവർ ഇന്ന് രാവിലെ പറഞ്ഞത്. VD സതീശൻ നേതൃത്വം നൽകുന്ന UDFുമായി സഹകരിക്കാനില്ലെന്നും അൻവർ തുറന്നടിച്ചു. എന്നാൽ വൈകിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച PV അൻവർ മത്സര സാധ്യതയ്ക്കുള്ള സൂചന നൽകി. അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. ആളുകൾ പറയുന്നു പൈസ ഞങ്ങൾ തരാം, അൻവറാക്ക ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഇനി UDFുമായി ചർച്ചയ്ക്കില്ലെന്നും അൻവർ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി പ്രവേശനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന പരോക്ഷ സൂചന നൽകുന്നതായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. UDF വാതിൽ സ്ഥിരമായിട്ട് അടച്ചതല്ല പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഈ പറയുന്ന വസ്തുതകൾ നമുക്ക് എന്താ പറയുക, 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അറിയല്ലോ. അൻവർ മത്സരിച്ചാൽ UDFിന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നിലമ്പൂരിൽ കാര്യമായ വോട്ട് വിഹിതം നേടാനായാൽ മുന്നണി പ്രവേശനത്തിൽ വിലപേശലിന് സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലും തൃണമൂൽ കോൺഗ്രസിനുണ്ട്. റിപ്പോർട്ടർ, നിലമ്പൂർ.